ജോബി, നമുക്ക് ആക്ച്വലി പോകേണ്ടത് ബെർലിനിലേക്കാണ്. ബെർലിനിൽ ഇന്റർനാഷണൽ എയർപോർട്ട് ഉണ്ടായിട്ടും ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഇറങ്ങി ഈ ബുള്ളറ്റ് ട്രെയിനിൽ നമ്മൾ ബെർലിനിലേക്ക് പോകാനുള്ള റീസൺ എന്താണ്? ശരിയാണ്. ജർമ്മനിയിൽ 5 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കണക്ടിവിറ്റി ഉള്ളത് ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ചീപ്പസ്റ്റ് വേയിൽ ഫ്രാങ്ക്ഫർട്ടിൽ വന്ന് ഇറങ്ങാൻ പറ്റും. വൺസ് അവർ ഫ്രാങ്ക്ഫർട്ടിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ICE ഇന്റർസിറ്റി എക്സ്പ്രസ് അറൗണ്ട് ഒരു 30-35 യൂറോ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4 hours കൊണ്ട് തന്നെ അവർക്ക് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ബെർലിനിലേക്ക് എത്താൻ പറ്റും. അതിലൂടെ അവർക്കൊരു നല്ലൊരു എക്സ്പെൻസ് സേവ് ചെയ്യാൻ പറ്റും. അവർക്കൊരു ഫസ്റ്റ് ഒരു 1 monthലേക്കുള്ള ഒരു സേവിങ്സ് ആയിട്ട് തന്നെ അറൗണ്ട് ബെർലിൻ പോലത്തെ വേറെ സിറ്റികൾ എടുക്കുന്ന നേരം കമ്പയർ ടു ഫ്രാങ്ക്ഫർട്ട് ഒരു $30,000 ഡിഫറൻറ്റ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഡയറക്റ്റ് ബെർലിനിലേക്ക് ഒരു ടിക്കറ്റ് ഫെയർ പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 60,000 65,000 വരുന്നുണ്ട്. പക്ഷേ ഫ്രാങ്ക്ഫർട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 28,000 30 മാക്സിമം 35,000 ഉള്ളിലായിട്ട് നമുക്ക് അധികം ലേ ഓവർ ഇല്ലാതെ തന്നെ നമുക്ക് വരാൻ പറ്റും. ബെർലിനിലേക്ക് അല്ലാത്ത സിറ്റിയിലേക്കോ ആണെങ്കിലും ഫ്രാങ്ക്ഫർട്ട് നല്ല ഓപ്ഷൻ ആണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഹാനോവർ ആയിട്ട്, ഹാംബൂർഗ് ആയിട്ട്, സ്റ്റുട്ട്ഗാർട്ട്, ന്യൂറംബർഗ് അങ്ങനെയുള്ള ഏത് സിറ്റികളായിക്കോട്ടെ, ഏത് സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒത്തിരി കണക്ടിവിറ്റി ആയിട്ടുള്ള ട്രെയിൻസ് റെഗുലർലി അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രാങ്ക്ഫർട്ട് ഹോപ്റ്റ്ബാനോഫ് ഫ്രാങ്ക്ഫർട്ട് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ബെർലിൻ സെൻട്രൽ സ്റ്റേഷനിലേക്കുള്ള ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ട് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഈ പറഞ്ഞ മറ്റുള്ള ഏരിയയിലേക്കുള്ള ട്രെയിൻ സ്റ്റേഷനിലേക്കൊക്കെ ഒത്തിരി ട്രെയിനുകൾ പോകുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവരവർക്ക് പോകേണ്ട രീതിയിൽ അവരവർ ബുക്ക് ചെയ്ത് എനിക്ക് നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് വരാൻ പറ്റും. അതിന്റെ ഓപ്ഷൻ എങ്ങനെയാണ്? ഈ ട്രെയിൻ നമ്മൾ ട്രാവലിംഗ് ഇന്ന ടൈമിന് ഫ്ലൈറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ ഈ ബുള്ളറ്റ് ട്രെയിൻ കിട്ടാനുള്ള ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യേണ്ടത്? നോർമലി നമുക്കറിയാം നമ്മുടെ ഫ്ലൈറ്റ് എത്ര മണിക്കായിരിക്കും ലാൻഡ് ചെയ്യുന്നത്. എപ്പോഴും ഒരു 1.5 hour നമുക്ക് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ വേണ്ടി ഒരു 1.5 hour നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിന് ശേഷമുള്ള ഒരു ICE ബുക്ക് ചെയ്യുക. അത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് DB എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്, ഡോയ്ഷെ ബാൻ എന്ന് പറയും. ആ DBന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്ന് എവിടത്തേക്കാണ് പോകേണ്ടതെന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കറക്റ്റ് ഫെയർ അടക്കം നമ്മുടെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ടിക്കറ്റ് നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്ത് പോകാൻ പറ്റും. സ്റ്റുഡൻസിന് ഇത് എന്തായാലും സജസ്റ്റ് ആവുന്ന ഒരു ഓപ്ഷൻ ആണ്. തീർച്ചയായിട്ടും.